الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിതം നയിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റമദാൻ നമ്മിൽ നിന്ന് വിട വളർന്നു. ആരവങ്ങൾ ഒഴിഞ്ഞു. പള്ളികൾ കാലിയായിക്കൊണ്ടിരിക്കുന്നു. റമദാനിൽ ഉണ്ടായിരുന്ന ഒരു ഉത്സവ പ്രതീതി പള്ളികൾക്ക് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. ഈ ഇത്തരണത്തിൽ ലോകപ്രശസ്തരായ രണ്ട് ആളുകളുടെ പരാമർശം വളരെ ശ്രദ്ധേയമാണ്. അതിലൊന്ന്, വെള്ളിയാഴ്ച നമസ്കാരത്തിനെത്തുന്ന മുസ്ലിങ്ങൾ ദിനേനയുള്ള പ്രഭാത നമസ്കാരത്തിന് വരാത്തിടത്തോളം കാലം ഈ സമൂഹത്തെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. വെള്ളിയാഴ്ച നമസ്കാരത്തിന് എത്തിച്ചേരുന്ന മുസ്ലിങ്ങൾ ദിനേനയുള്ള പ്രഭാത നമസ്കാരത്തിന് എത്തിച്ചേരുന്ന ഒരു കാലം വന്നാൽ അവരെ അതിജയിക്കാൻ നമുക്കാവുകയുമില്ല. ഇത് പറഞ്ഞത് ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂരിയൻ ആണ്. രണ്ടാമത്തെ ആൾ മാർക്സിസ്റ്റ് ആചാര്യനായ ലെനിനാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരു നോട്ടീസോ ക്ഷണക്കത്തോ ഇല്ലാതെ ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളും വെള്ളിയാഴ്ച ഉച്ച സമയത്ത് 1 മണിക്കൂറോളം പ്രഭാഷണത്തിനായി ഇങ്ങനെ ഇരുന്നു കൊടുക്കുന്നത്, ആ സമ്പ്രദായം നമുക്കായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ലോകം മുഴുവൻ ഞാൻ കമ്മ്യൂണിസം കൊണ്ട് നടക്കുമായിരുന്നു. ഈ രണ്ട് പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, ഇസ്ലാമിലെ മുസ്ലിങ്ങൾക്ക് മനസ്സിലായതിനേക്കാൾ കൂടുതൽ നമ്മുടെ എതിർചേരിയിലുള്ള ആളുകൾക്ക് മനസ്സിലായിരുന്നു എന്നതാണ്. ഞാൻ സാന്ദർഭികമായി അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ വിഷയം അതല്ല. റമദാനിൽ നേടിയെടുത്ത നന്മകളുമായി നാം ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഒരുപാട് വിശുദ്ധിയും നന്മയും നാം പല നിലക്കും നേടിയെടുത്തിട്ടുണ്ട്.
നമ്മുടെ പ്രബോധിതരുടെ ഇടയിലേക്ക് നാം ചെല്ലുകയാണ്. അതിന്റെ മുഴുവൻ വിശുദ്ധിയും നന്മയും പ്രബോധിതർക്ക് അനുഭവിക്കാൻ കഴിയേണ്ടതുണ്ട്. അത്തരം ഒരു ദഅ്വ സമൂഹമാണ് മുസ്ലിങ്ങൾ. ഈ ദഅ്വത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ പ്രബോധിതരെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. എന്താണ് നമുക്ക് അവരോടുള്ള കടമകൾ, അവർക്ക് നമ്മിൽ നിന്ന് എന്തൊക്കെ അവകാശങ്ങളാണ് ഉള്ളത്, ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലെങ്കിൽ പ്രബോധനത്തിന് റിസൾട്ട് ഉണ്ടാവുകയില്ല. ഞാനിത് സൂചിപ്പിക്കാൻ ഒരു സവിശേഷ സാഹചര്യം ഇവിടെയുണ്ട്. നാം റമദാനു ശേഷം ഈദുൽ ഫിത്ർ ആഘോഷിച്ചു. അതുമായി ബന്ധപ്പെട്ട് നാം ഫിത്ർ സക്കാത്ത് നൽകി. ഒരു 2 മാസത്തിന് ശേഷം നാം ഈദുൽ അദ്ഹ ആഘോഷിക്കും. അതോടനുബന്ധിച്ച് നാം ഉദൂഹിയത്ത് വിതരണം ചെയ്യും. ഒരുപാട് സദക്കാത്തുകൾ നാം നൽകുന്നു, കുറെ റിലീഫ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അങ്ങനെ മുസ്ലിം സമൂഹം മൊത്തത്തിൽ സേവന സന്നദ്ധരായി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ്. പക്ഷേ ഒരു വലിയ വിഭാഗത്തിന് ഇപ്പോഴും സംശയമുണ്ട്, ഇതൊക്കെ അമുസ്ലിങ്ങൾക്ക് കൊടുക്കാമോ എന്നത്. എപ്പോഴും കേൾക്കാവുന്ന ഒരു തർക്കവും സംശയവുമാണ് ഇത്. സക്കാത്ത്, സദക്കകൾ, ഉദൂഹിയത്ത്, ഫിത്ർ സക്കാത്ത്, ഇത് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്നത് സാധുവാകുമോ എന്ന ഒരു സംശയം കുറെ കാലങ്ങളായി നിലവിലുണ്ട്. സമ്മിശ്രമായ ഉത്തരങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പലപ്പോഴും ലഭിക്കുക. നമുക്ക് വേണമെങ്കിലൊക്കെ കൊടുക്കാതിരിക്കാം. നമ്മ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാതിരിക്കുന്നു ഇതൊരു മനുഷ്യനും അറിയാൻ പോകുന്നില്ല. കൊടുക്കുന്നത് മാത്രമാണ് ആളുകൾ അറിയുക. പക്ഷെ നമ്മൾ കൊടുക്കുകയില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ തരുകയില്ല അല്ലെങ്കിൽ കൊടുക്കരുത് എന്ന് മൈക്ക് കെട്ടി പറയുകയും ചെയ്യും. ഇതാണ് അതിലെ ഏറ്റവും ദാരുണമായ അവസ്ഥ. സ്ഥിരമായി പല പള്ളികളിൽ നിന്നും പ്രസംഗത്തിൽ, അത് ജുമാ പ്രസംഗത്തിലാവട്ടെ, തറാവീഹ് ശേഷമുള്ള പ്രസംഗത്തിലാവട്ടെ, ഇത് പരാമർശിക്കാറുണ്ട്. ഇത് സ്ഥിരമായി കേൾക്കുന്ന അമുസ്ലിം സഹോദരങ്ങൾ, ഞാൻ ആലോചിച്ചു പോവുകയാണ്, ഒരിക്കൽ പള്ളിയുടെ ഓഫീസിലേക്ക് വന്നിട്ട്, അല്ല ആചാര്യ, എന്തിനാണ് ഞങ്ങളിങ്ങനെ വഷളാക്കുന്നത്? 32 രൂപ കൊടുത്താൽ 1 കിലോ അരി കിട്ടും, ഒരു 200-250 രൂപ കൊടുത്താൽ 1 കിലോ ഇറച്ചിയും കിട്ടും. ഇത് ഞങ്ങൾക്ക് തരരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തിനാണ് ചെറുതാക്കുന്നത്? ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്നങ്ങ് പള്ളിയുടെ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞാൽ ഒരു സ്ഥിതിയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു. ഇത് മാത്രമല്ല അപകടം. പലപ്പോഴും ഫിത്ർ സക്കാത്ത്, ഉദൂഹിയത്തൊക്കെ വിതരണം ചെയ്യാൻ പോകുന്ന ആളുകൾ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന ചില കോളനി, മുസ്ലിങ്ങളും അമുസ്ലിങ്ങൾക്കൊക്കെ തിങ്ങി താമസിക്കുന്ന ചില കോളനികൾ ചെന്നിട്ട് അവർക്ക് മുസ്ലിം വീടുകൾ തെരഞ്ഞെടുത്ത് അവർക്ക് ഇത് നൽകും. കാഴ്ചക്കാരായി മറ്റു അമുസ്ലിം സഹോദരങ്ങളും ഉണ്ടാവും. അവർക്ക് കൊടുക്കാതെ ഈ തെരഞ്ഞു പിടിച്ച് മുസ്ലിങ്ങൾക്ക് മാത്രം തിരിച്ചു പോരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. പിറ്റേ ദിവസം നാം ആ പരിസരത്ത് വാദപരമ്പര സംഘടിപ്പിക്കും. എന്നിട്ട് നോട്ടീസ് വിതരണം ചെയ്യും. അതിലൊരു വിഷയം ഇസ്ലാം കാരുണ്യത്തിന്റെ മതം എന്നതായിരിക്കും. ഇന്ന മുസ്ലിയാർ, ഇന്ന മൗലവി അവതരിപ്പിക്കുന്ന ഇസ്ലാം കാരുണ്യത്തിന്റെ മതം. ഈ നോട്ടീസ് കയ്യിൽ കിട്ടുന്ന ആ മുസ്ലിം സഹോദരങ്ങൾ, അവർക്ക് എളുപ്പം മനസ്സിലാവും, ഇസ്ലാം കാരുണ്യത്തിന്റെ മതം തന്നെയാണ്, ഞങ്ങൾ കണ്ടതാണ് ഇന്നലെ, എല്ലാവരോടും കാരുണ്യമുള്ള ഒരു മതം തന്നെയാണ് ഇസ്ലാം. ബിഷപ്പിനെന്ത് ജാതി, ബിഷപ്പിനെന്ത് മതം. പക്ഷെ ഇത് ഇങ്ങനെ പറഞ്ഞാൽ പോരാ, പ്രാമാണികമായി ഇത് എങ്ങനെയാണ് എന്ന് നാം ഒന്ന് വിലയിരുത്തേണ്ടതില്ലേ? ഖുർആനും സുന്നത്തും ഇസ്ലാമിക ചരിത്രവും ഇത് സംബന്ധമായി എന്ത് പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആ ഒരു സംഗതിയിലേക്ക് വെളിച്ചം വീശുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ സ്വന്തമായ വ്യാഖ്യാനങ്ങളോ വിശദീകരണമോ ഇല്ലാത്ത അതിനൊന്നും സമയമില്ല. നമ്മുടെ കുത്തുബയിലെ ആകെ 40 മിനിറ്റ് സമയത്ത് നമുക്കതിനൊന്നും പ്രത്യേകിച്ച് സമയമില്ല. പക്ഷെ ഇത് വ്യാഖ്യാനിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലാത്തതും വ്യക്തമായ ആയത്തുകളും ഹദീസുകളും ആണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. കൂടുതൽ വിശദീകരണം ആവശ്യമുള്ളവർ സ്വന്തം നിലക്ക് പഠിക്കാവുന്നതാണ്. വലക്കത് കർമ്മന ബനി ആദം, സൂറത്ത് ഇസ്രായേൽ എന്നത് പറയുകയാണ്. ഇതൊരു അടിസ്ഥാനമാണ്. വലക്കത് കർമ്മന ബനി ആദം, നാം മുസ്ലിങ്ങളെ ആദരിച്ചിരിക്കുന്നു എന്നല്ല അല്ലാഹു പറഞ്ഞത്. ആദം
നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങളെ വിവിധ ഗോത്രങ്ങളും സമുദായങ്ങളും മാറ്റിയത് നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാകും. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾ മാത്രമാകും. ഈ രണ്ട് അടിസ്ഥാനങ്ങൾ മനസ്സിൽ വെച്ച് വേണം നമ്മൾ ഈ വിഷയത്തെ സമീപിക്കാൻ എന്ന് ഓർമ്മിക്കുകയാണ്. അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ എല്ലാ നല്ല നാമങ്ങളും അള്ളാഹുവിനുള്ളതാണ്. അതിൽ ഏറ്റവും സവിശേഷമായ രണ്ട് നാമങ്ങളാണ് അള്ളാഹു എപ്പോഴും എടുത്തു പറഞ്ഞിട്ടുള്ളത്. റഹ്മാൻ റഹീം, അർ റഹ്മാൻ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. കാരുണ്യവാൻ കരുണാനിധി എന്ന് നാം അർത്ഥം പറഞ്ഞു പോകാറുണ്ട്. കാരുണ്യവാൻ കരുണാനിധി എന്നത് രണ്ട് പര്യായ പദങ്ങളാണ്. പ്രത്യേകിച്ച് അതിന് അർത്ഥ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഇസ്ലാമിന്റെ സാങ്കേതിക ശബ്ദപ്രകാരം റഹ്മാൻ റഹീം അങ്ങനെ ഒരേ അർത്ഥമുള്ള രണ്ട് വാചകങ്ങളല്ല. മുമ്പേ മുതൽ പൗരാണിക പണ്ഡിതന്മാരുടെ കാലം മുതലേ അതിന് കൃത്യമായ ഡെഫിനിഷൻ നൽകപ്പെട്ടിട്ടുണ്ട്. റഹ്മാൻ എന്നാൽ ഇഹലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവർ. റഹീം എന്നാൽ പരലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം പ്രത്യേക ഗുണം ചെയ്യുന്നവർ. ഇതാണ് റഹ്മാൻ റഹീമിന്റെ അർത്ഥം. കാരുണ്യവാൻ കരുണാനിധി എന്ന് അർത്ഥം പറഞ്ഞു പോയാൽ ഈ ആശയം ലഭിക്കുമോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അഗതികളെ സംരക്ഷിക്കൽ, അനാഥരെ ആദരിക്കൽ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തൽ, അതുൾപ്പെടെയുള്ള എല്ലാ സേവന പ്രവർത്തനങ്ങളും നടത്തുവാൻ ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞിട്ടുള്ളത് മക്കി സൂറകളിലാണ്. നമുക്കറിയാം, മക്കയിൽ അവതരിച്ച ആദ്യഘട്ടങ്ങളിൽ അവതരിച്ച സൂറയിലാണ് ഇത്തരം കാര്യങ്ങൾ ഊന്നി പറയുന്നത്. അന്ന് മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വളരെ വിരലിനാവുന്ന സഹാബികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ആരാണ് ഈ അഗതികൾ, ആരാണ് ഈ അനാഥർ, ആരാണ് ഈ ദരിദ്രർ? ഇത് മുഴുവൻ സമൂഹത്തിൽപ്പെട്ട എല്ലാ സമൂഹങ്ങളിലും പെട്ട അഗതികളെ കുറിച്ചും അനാഥരെ കുറിച്ചുമാണ് ഈ പരാമർശം. ഇതും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത സംഗതിയാണ്. ഖുർആനിലൊരു സ്ഥലത്ത് സൂറത്ത് ഇബ്രാഹിമിൽ വളരെ മനോഹരമായ ഒരു ഉപമ പറയുന്നുണ്ട്. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിത്തുൻ വഫറഉഹാ ഫിസ്സമാ തൂതി ഉക്ലഹാ കുല്ല ഹീനിൻ ബിഇذن റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. പരിശുദ്ധ വചനത്തെ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയെ എന്തിനോടാണ് നിന്റെ നാഥൻ ഉപമിച്ചതെന്ന് നീ കണ്ടില്ലേ? അത് ഉത്തമ വൃക്ഷത്തോടാണ് ഉപമിച്ചിട്ടുള്ളത്. അസ്ലുഹാ സാബിത്തുൻ വഫറഉഹാ ഫിസ്സമാ, അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ആഴത്തിൽ ഇറങ്ങിപ്പോയിരിക്കുന്നു. അതിന്റെ ശിഖരങ്ങളാകട്ടെ ആകാശം മുട്ടെ ഉയർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു. തുകുത്തി ഉക്കുലഹ മുല്ലഹീനം പിരിഞ്ഞറപ്പില്ല, തന്റെ റബ്ബിന്റെ കൽപ്പന പ്രകാരം അത് മുഴുവൻ കാലാവസ്ഥയിലും എല്ലാ സീസണിലും പഴങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് പരിശുദ്ധ വചനത്തെ അള്ളാഹു ഉപമിച്ച രീതി. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ വചനത്തിന്റെ വക്താക്കൾ ഈ ഒരു ഉത്തമ വൃക്ഷത്തിന്റെ സ്വഭാവം സ്വീകരിക്കണം എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എല്ലാ കാലത്തും പഴം, ആകാശം മുട്ടെ ഉയർന്ന് നിൽക്കുന്ന പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ശിഖരങ്ങൾ. ഒരു മരത്തെ കുറിച്ച് നമുക്ക് ആലോചിച്ചാൽ അറിയാം, അത് ഓക്സിജൻ നൽകുന്നത്, അത് തണൽ നൽകുന്നത്, അത് പഴങ്ങൾ നൽകുന്നത് ജാതി നോക്കിയിട്ടല്ലല്ലോ. ഏതൊരു തന്നെ ആ മരത്തിൽ കല്ലെടുത്തെറിഞ്ഞാലും അവൻ പഴം വർഷിച്ചുകൊണ്ടാണ് ആ മരം മറുപടി പറയുക. ഒരുപാട് വിശദീകരിക്കേണ്ടതായിട്ടാണ്. കുത്തുവയിൽ നമുക്ക് സമയം പരിമിതമായതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. സൂചനകൾ മാത്രമാണ് തരുന്നത്. നാം ആ വിഷയം കൂടുതലായി പഠിക്കേണ്ടതുമാണ്. രണ്ട് സന്ദർഭത്തിൽ ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തിരുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, ഇത് കാല ഇബ്രാഹിം റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിന. അതിന്റെ പരിഭാഷ എങ്ങനെയാണ്? ഇബ്രാഹിം പ്രാർത്ഥിച്ചത് ഓർക്കുക, എന്റെ നാഥ, ഇതിനെ നീ ശാന്തി നിറഞ്ഞ പട്ടണമാക്കണമേ. അതിലെ നിവാസികളിൽ അള്ളാഹുവിലും മന്ദിരത്തിലും വിശ്വസിച്ചവർക്ക് നീ ആഹാരമായി കായികനികൾ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ച ഉടനെ അള്ളാഹുവിന്റെ മറുപടി വന്നു, കാല വമൻ കഫറ. അള്ളാഹു പറഞ്ഞു, ഞാൻ നിഷേധികൾക്ക് നൽകും. ഇബ്രാഹിം നബി റെക്കമെൻഡ് ചെയ്യുകയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി, സത്യവിശ്വാസികൾക്ക് വേണ്ടി, എന്നിൽ വിശ്വസിച്ച ആൾക്ക് നീ കായികനികൾ നൽകണം. അള്ളാഹു തിരുത്തുന്നു, അത് വേണ്ട ഇബ്രാഹിം, ഞാൻ എല്ലാവർക്കും നൽകും. അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ എന്റെ അടുത്ത് വേണ്ട എന്ന ശൈലിയിലാണ് അള്ളാഹു തിരുത്തിയിട്ടുള്ളത്. ഇത് ഒരല്പകാലത്തേക്കുള്ള ക്ഷണികമായ ജീവിതത്തിൽ മാത്രമാണെന്നും പിന്നീട് ഒരു നരകത്തിലേക്ക് തള്ളും എന്നുമൊക്കെ അതിനുശേഷം പറയുന്നുണ്ട്. അപ്പോഴും ഈ
വിഭവങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് എന്ന് ആണ് അള്ളാഹു ഒരു വലിയ പ്രവാചകനെ തിരുത്തുന്നത്. മറ്റൊരു സന്ദർഭത്തിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമെ അള്ളാഹു തിരുത്തുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ വാപ്പ നമ്രൂദിന്റെ കൊട്ടാരത്തിലെ മുഖ്യ പുരോഹിതനായ അദ്ദേഹത്തിന്റെ വാപ്പയുമായി ബഹുദൈവാരാധനയുടെ പേരിൽ കലയിക്കുകയും നീ മതത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ നിന്നെ കല്ലെറിയുകയും ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ആ നാട്ടിൽ നിന്ന് പോകുന്ന രംഗമുണ്ട്. കാലം സലാമുൻ അലൈഹി റബ്ബി ഇന്നഹു കാന ഹഫിയ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയി. വാപ്പാ താങ്കൾക്ക് സലാം, മുശ്രിക്കായ വാപ്പയോടാണ് പറയുന്നത്, വാപ്പാ താങ്കൾക്ക് സലാം, ഞാൻ താങ്കൾക്ക് വേണ്ടി പാപമോചനത്തിന് അർപ്പിക്കാം. അദ്ദേഹം എന്നോട് അള്ളാഹു എന്നോട് ഏറെ കനിവുറ്റവരാണ്. ഇങ്ങനെ ഒരു വാഗ്ദാനം ചെയ്യുകയും പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം പാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉടനെ അള്ളാഹുവിന്റെ തിരിച്ചു വന്നു. മുശ്രിക്കായ ഒരാൾക്ക് വേണ്ടി പാപമോചനം അർപ്പിക്കുക എന്നത് ഒരു പ്രവാചകനും ചേർന്ന പണിയല്ല. ആ പാപമോചന പ്രാർത്ഥനയെ മാത്രമാണ് അള്ളാഹു തിരുത്തിയിട്ടുള്ളത് എന്ന് ശ്രദ്ധേയമാണ്. പക്ഷെ വാപ്പാക്ക് സലാം പറഞ്ഞത് അള്ളാഹു തിരുത്തിയിട്ടില്ല, അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം ചെല്ലുവാനും അതിഥികളെ ആദരിക്കുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക കൽപ്പനയുള്ളതാണ്. നാം മനസ്സിലാക്കണം. ഇവിടെ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ഭേദമില്ല. ഒരു സന്ദർഭം കൂടി ശ്രദ്ധിക്കുക. എന്റെ പരിഭാഷ എങ്ങനെയാണ്? അറബിയിലുള്ള ആയത്തോടാത്തത് സമയപരിമിതി ആയിരുന്നിട്ടാണ്. ഈ സൂറത്ത് ഇബ്രാഹിമിലെ 35-36 ആയത്തുകളിൽ കാണാം. ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം, എന്റെ നാഥ, നീ ഈ നാടിനെ നിർഭയത്വമുള്ളതാക്കണമേ, എന്നെയും എന്റെ സന്താനങ്ങളെയും വിഗ്രഹപൂജയിൽ നിന്ന് അകറ്റി നിർത്തണമേ. എന്റെ നാഥ, ഈ വിഗ്രഹങ്ങൾ ഏറെ പേരെ വഴികേടിലാക്കിയിരിക്കുന്നു. അതിനാൽ എന്നെ പിന്തുടരുന്നവർ എന്നിൽപ്പെട്ടവരാണ്. ആരെങ്കിലും എന്നെ ധിക്കരിക്കുകയാണെങ്കിൽ നാഥ, നീ പൊറുക്കുന്നതിന് ദയാവരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഈ ശിർക്കിൽ അകപ്പെടാതെ ഞങ്ങളെ നോക്കണമേ. ആരെങ്കിലും എന്നെ പിൻവലിക്കുകയാണെങ്കിൽ അവർ എന്റെ ആളുകളാണ്. ആരെങ്കിലും എന്നെ ധിക്കരിച്ച് ഈ ശിർക്ക് തന്നെ ചെയ്യുകയാണെങ്കിൽ പടച്ചവനെ അവർക്ക് കൂടെ പുറത്തു കൊടുത്തേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന പോലും. നമുക്കറിയാം, സക്കാത്തിന്റെ അവകാശികളെ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയത്തിൽ വളരെ നീണ്ട ഒരു ലിസ്റ്റ് കാണാം. ഇന്നമ സദഖാത്തുൽ ഫുഖറാഇൽ മസാകീൻ വൽ ആമിലീന അലൈഹ എന്ന് പറഞ്ഞ ലിസ്റ്റ്. സക്കാത്തിന്റെ 1-ഉം 2-ഉം അവകാശികൾ ഫക്കീർ മിസ്കീൻ ആണ് എന്ന് നമുക്കറിയാം. എന്താണ് ഫക്കീർ മിസ്കീൻ? ദരിദ്ര അഗതികൾ എന്നൊക്കെ നമ്മൾ അർത്ഥം പറയുമെങ്കിലും അതിനും ചില ഡെഫിനിഷനുകളുണ്ട്. മുൻകാലം മുതലേ പണ്ഡിതന്മാർ അംഗീകരിച്ച 2 വിശദീകരണങ്ങളാണ്, 2 വ്യാഖ്യാനങ്ങളാണ്. ഒന്ന്, ഫക്കീർ എന്നാൽ തീരെ ദരിദ്രൻ, മിസ്കീൻ എന്നാൽ ദാരിദ്ര്യമുണ്ട്, വരവുണ്ട്, പക്ഷെ ചെലവിന് തികയാത്ത ആളുകൾ. അപ്പോ കൂടുതൽ ദരിദ്രൻ, അല്പദരിദ്രൻ. ഇത് ഒരു വ്യാഖ്യാനമാണ്. രണ്ടാമതൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. ഫക്കീർ എന്ന് പറഞ്ഞാൽ മുസ്ലിം ദരിദ്രർ, മിസ്കീൻ എന്ന് പറഞ്ഞാൽ അമുസ്ലിം ദരിദ്രർ. ഇതും ഒരു വ്യാഖ്യാനമാണ്. നമുക്ക് മറ്റൊരു വിഭാഗത്തിൽ കൂടി കാണാം. മൂന്നാമതൊരു വിഭാഗം സക്കാത്തിന്റെ ഉദ്യോഗസ്ഥരാണ്. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഒരു അമുസ്ലിമാണെങ്കിൽ അതിനും സക്കാത്തിന് വിഹിതം നൽകാം എന്ന് അതിൽ നിന്നും സൂചനയുണ്ട്. സക്കാത്ത് സംഘടിത വിതരണ സ്വഭാവത്തിലാണ് ഇസ്ലാം അവതരിപ്പിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടന്നില്ല. പക്ഷെ 4-ാമത്തെ വിഭാഗം മുഅല്ലഫത്ത് ഖുലൂബാണ്. ഹൃദയങ്ങൾ അടുപ്പിക്കേണ്ട ആവശ്യമില്ല. ഹൃദയങ്ങൾ അടുപ്പിക്കേണ്ടവർക്ക് കൊടുക്കുന്ന സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോട് ശത്രുത പുലർത്തുന്ന അവർക്ക് എന്തെങ്കിലുമൊക്കെ നൽകിയാൽ അവരുടെ ശത്രുതയ്ക്ക് കുറവ് വരികയോ അവരുടെ ശത്രുത അവസാനിക്കുകയോ ചെയ്യും എന്ന ഘട്ടത്തിൽ ഇസ്ലാമിന്റെ സക്കാത്ത് ഫണ്ടിൽ നിന്ന് അവർക്ക് കൊടുക്കാം എന്നതാണ്. ഇത് അധികവും അമുസ്ലിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. വളരെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ജൂത ക്രൈസ്തവരുമായിട്ടുള്ള ബന്ധം. ഇസ്ലാം എങ്ങനെയാണ്, അള്ളാഹു എങ്ങനെയാണ് ജൂത ക്രൈസ്തവരെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് പ്രത്യേകം പറയേണ്ടതാണ്, പ്രത്യേകം നാം പഠിക്കേണ്ടതാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വളരെ നിശിതമായി ജൂത ക്രൈസ്തവരെ വിമർശിക്കുന്നുണ്ട്. അവർ ശിർക്ക് ചെയ്തതായിട്ട് ജൂതന്മാർ ഹുസൈനെ ദൈവപുത്രൻ ആക്കി, ക്രിസ്ത്യാനികൾ ഈസയെ ദൈവപുത്രനാക്കി, അവർ സ്ത്രീകത്വം ബാധിച്ചവർ കാഫിറുകളായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ നിശിതമായ ഭാഷയിൽ ശിർക്കും കുഫറും ചെയ്തതായിട്ട് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് പോലെ അവർക്ക് സ്വഭാവം ഉണ്ടെന്ന് ഇന്നുമുണ്ട്. പക്ഷെ ഒരു സ്ഥലത്ത് പോലും അവരെ മുശ്രിക്ക് എന്ന് വിളിച്ചിട്ടില്ല. മുശ്രിക്ക് എന്നാണ് അവർ ശരിക്കും വിളിക്കേണ്ടത്. കളവ് നടത്തിയതിനെ നമ്മൾ കള്ളൻ എന്ന് വിളിക്കും. നമ്മളതിനെ പോലീസ് എന്ന് വിളിക്കാറില്ല. ആ നിലയ്ക്ക് ശിർക്ക് നടത്തിയവനെ മുശ്രിക്ക് എന്നാണ് വിളിക്കേണ്ടത്. ഒരു സ്ഥലത്ത് പോലും മുശ്രിക്ക് എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഖുർആൻ വളരെ
ഇതൊരു പദപരമായ വ്യത്യാസം മാത്രമല്ല, മുശ്രിക്കുകളും വേദക്കാരും അഥവാ യൂത കഴിച്ചവരും മുശ്രിക്കുകളും തമ്മിലുള്ള ബന്ധം വേർതിരിച്ച് അല്ലാഹു നിർണയിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളുമായുള്ള ബന്ധം വേർതിരിച്ചാണ് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അവരത് നമുക്ക് ഭക്ഷിക്കാം. പല ആളുകൾക്കും ഒരുപക്ഷെ ഖുർആൻ വായിക്കാത്തത് കൊണ്ടും മനസ്സിലാക്കാത്തതുകൊണ്ടും ഇതൊരു പുതിയ കാര്യമായിട്ട് തോന്നാം. പക്ഷേ ഖുർആനിലുള്ളത് തന്നെയാണ്. അവരത് നമുക്ക് ഭക്ഷിക്കാം. അവരുടെ പെൺകുട്ടികളെ നമുക്ക് കല്യാണം കഴിക്കാം. ഖുർആൻ ഇങ്ങനെയാണ് പറയുന്നത്. സൂറത്തുൽ മാഇദ 5-ാമത്തെ ആയത്തിൽ എല്ലാ നല്ല വസ്തുക്കളും നിങ്ങൾക്ക് ഇന്ന് എല്ലാ നല്ല വസ്തുക്കളും നിങ്ങൾക്ക് അനുവദനീയമാക്കിയിരിക്കുന്നു. വേദക്കാരുടെ ആഹാരം നിങ്ങൾക്കും നിങ്ങളുടെ ആഹാരം അവർക്കും അനുവദനീയമാണ്. സത്യവിശ്വാസികളിൽ നിന്നുള്ള ചാരിത്രവതികളും നിങ്ങൾക്ക് മുമ്പേ വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള ചാരിത്രവതികളും നിങ്ങൾക്ക് അനുവദനീയരാണ്. നിങ്ങൾ അവർക്ക് വിവാഹ മൂല്യം നൽകി കല്യാണം കഴിക്കണം എന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ വെറുതെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. മഹർ കൊടുത്ത് നിക്കാഹ് കഴിച്ചാൽ ഒരു ക്രിസ്ത്യാനി പെണ്ണിന് യൂത പെണ്ണിന് കല്യാണം കഴിക്കാൻ നോക്കും. അതൊന്നും അനുവാദമാണ്. നമ്മളൊന്ന് ആലോചിച്ച് ഇതിന്റെ പ്രായോഗികത നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിച്ചു. അങ്ങനെ നമ്മുടെ ഭർത്താവ് ആയി നിൽക്കും. അവർക്ക് ഞായറാഴ്ച കുർബാനക്ക് പോകേണ്ടതല്ലോ. ഭർത്താവ് നല്ല നിലക്ക് അവന്റെ ഉത്തരവാദിത്തമാണ് അവരെ കൊണ്ടേ വിടുക എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ചൊവ്വാഴ്ച നൊവേന പള്ളിയിൽ ഒരാൾ ഒന്ന് ഈ ഭാര്യയെ ഈ ക്രിസ്ത്യാനി പെണ്ണിനെ ഒന്ന് അവരുടെ കുർബാനക്ക് കൊണ്ടുപോയി അയാൾക്ക് അവിടെ കയറേണ്ട ആവശ്യമില്ലാത്ത പുറത്ത് വെയിറ്റ് ചെയ്യും. അയാളുടെ സ്നേഹിതൻ അതിൽ കടന്നു പോകുമ്പോൾ എന്താ വീരാൻ നീ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല എന്റെ ഭാര്യ കുർബാനക്ക് പോയി അവളെ തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാലുള്ള ഒരു സ്ഥിതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. എന്തൊക്കെ സ്ഫോടനങ്ങളായിരിക്കും അവിടെ നടത്തുക. ഇത് ഖുർആൻ എന്ന അനുവാദമാണ്. ഇത് ദുരുപയോഗം ഇത് പ്രോത്സാഹനം തന്നോ എന്നൊന്നും അതിന് അർത്ഥമില്ല. ഇതൊരു നിയമമാണ്. ഇത് ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നുള്ളത് അവരവരുടെ വിവേകമാണ്. ആരെങ്കിലും ഇത് കേട്ട് ദുരുപയോഗം ചെയ്യുന്നതിന് നമ്മൾ ഉത്തരവാദിയും അല്ല. ഇത് പറയുമ്പോൾ പലർക്കും സംശയം ഇത് ഇന്നത്തെ ക്രിസ്ത്യാനികളെ കുറിച്ചല്ല, അന്നത്തെ ക്രിസ്ത്യാനികളെ കുറിച്ചാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്നും ഇവരങ്ങനെയാണ്. ആ സ്വഭാവത്തിൽ നിന്ന് ഇന്നും അവർക്ക് പ്രത്യേകിച്ചൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ശിർക്കിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കും. ശിർക്ക് ബഹുദൈവ ആരാധന, ബഹുദൈവപരമായ എല്ലാ സങ്കല്പങ്ങളും വിശ്വാസങ്ങളും ശിർക്ക്. ഇന്ന ശിർക്ക് ഉൽമുൻ അമീൻ. ശിർക്ക് വളരെ ഗുരുതരമായ പാപമാണ്. ഒരിക്കലും പുറത്തുപെടാത്ത പാപം. മറ്റെല്ലാം പുറത്തും ശിർക്ക് പുറത്തുവില്ല എന്നുള്ളതാണ് പറഞ്ഞത്. സർവോൽമൂമിക്കാർ അഥവാ 7 വൻപാവങ്ങളിൽ 1-ാമത്തെ നമ്പറാണ് ശിർക്കിന്. ഈ ശിർക്കിനെ അള്ളാഹു എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നമുക്ക് നോക്കാം. അള്ളാഹു ഇങ്ങനെ കൈകാര്യം ചെയ്തെന്ന് വെച്ചാൽ ഒരു ശിർക്ക് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ഒരു രാജ്യം ഇസ്ലാമിന്റെ കീഴിൽ വന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇസ്ലാമിന്റെ ഖലീഫ ഭരിക്കുന്ന ഒരവസ്ഥ വന്നുകൂടായികയുമില്ല. ഇന്നത്തെ മോഡി നാളത്തെ ഇസ്ലാമിന്റെ ഖലീഫ ആയിക്കൂടായികയുമില്ല. അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ഈ പ്രകാശത്തെ പൂർത്തീകരിക്കും ആരെ എടുത്താലും ശരി എന്നാണ്. ആർക്ക് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. നാം ഈ പ്രവാസത്തെ പൂർത്തീകരിക്കുന്ന അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് വിചാരിക്കാം. ഇവിടെ ഈ നാട്ടിൽ മദ്യം ഉണ്ടാവുകയില്ല. ഈ നാട്ടിൽ വ്യഭിചാരം ഉണ്ടാവുകയില്ല. സകല മദ്യശാലകളുണ്ട്. ലോട്ടറി ഉണ്ടാവില്ല, ചൂതാട്ടം ഉണ്ടാവില്ല. അതുപോലെ തന്നെ തിന്മയായി അറിയപ്പെടുന്ന ഒരു പരീക്ഷ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയില്ല. പക്ഷെ ഇവിടെ ഉണ്ടാവുന്ന ഒരു സ്ഥാപനമുണ്ട്. അത് ഈ വൻഭാവത്തിൽപ്പെട്ട ശിർക്കൻ സ്ഥാപനങ്ങൾ ഇവിടെ അതേപോലെ നിലനിൽക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അമ്പലങ്ങൾ ചർച്ചകളോട് അടച്ചുകൂടുന്നില്ല മാത്രമല്ല അവിടെ ശിർക്ക് നിർബാധം നടക്കുകയും ചെയ്യും. അതിനെന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി നേരിട്ടാൽ നമസ്കരിക്കുന്ന മുസ്ലിം പട്ടാളക്കാർ അതിന് കാവലിൽ നിൽക്കും. അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ഒരുപക്ഷെ ബൈത്തുൽ മാലിൽ നിന്ന് എടുത്ത് അതിന്റെ കേടുപാടുകൾ തീർക്കുകയും ചെയ്യും. അതാണ് ഇസ്ലാമിന്റെ വിശാലമായ മാനവികത. ആർക്കെങ്കിലും അത് ഉൾക്കൊള്ളാൻ പറ്റാതെ നമ്മുടെ ഒരു ഇടുങ്ങിയ ഒടുക്കായ ചിന്താഗതിയിലേക്ക് ഇസ്ലാമിനെയും അള്ളാഹുവിനെയും പ്രവാചകനെയും ചുരുക്കിക്കെട്ടാൻ തീരുമാനിച്ചാൽ അതിന് നമ്മൾ ഉത്തരവാദിയല്ല. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നും പറയുന്ന കാര്യമാണ് നാം പറയുന്നത്. സൂറത്ത് ഹജ്ജിലെ 40-ാമത്തെ ആയത്തിൽ ആണ് ഞാൻ ഇനി ഓതാൻ പോകുന്നത്. ആരും ഞെട്ടരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. വലൗലാ ദഫ്റുല്ലാഹി നാസ ബഅദുഹും ബിബഅദ് ലഹുദ്ദിമത് സവാമിഉ വബിയഉൻ വസലവാത്തുൻ വമസാജിദു യുസ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറ. വലൗലാ ദഫ്റുല്ലാഹ് അല്ലാഹു പ്രതിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അന്നാസു ജനങ്ങളിൽ നിന്ന് ബിബഅദുഹും ബിബഅദ്
ചിലരെ കൊണ്ട് പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലബുദ്ധിമത് തകർക്കപ്പെടുമായിരുന്നു. സവാമ്യവും സന്യാസി മഠങ്ങൾ, വിയറും ചർച്ചുകൾ, തലവാത്ത് ജൂത സിനഗോഗുകൾ, തലവാത്ത് എന്നാണ് പറയാം, ജൂത സിനഗോഗുകൾ. മട്ടാഞ്ചേരി ഫോർട്ട് വെച്ചിലും എറണാകുളം മാർക്കറ്റിലൊക്കെ ഉണ്ട് ജൂതന്മാരുടെ സിനഗോഗുകൾ. മസാജിദ് പള്ളികൾ, യുദ്ധിക്കറുള്ള കെട്ടുക, ഇവിടങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ നാമം ധാരാളമായി സ്മരിക്കപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹു ജനങ്ങളിൽ ചിലരെ കൊണ്ട് പ്രതിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ നാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന സന്യാസി മഠങ്ങളും ചർച്ചുകളും സിനഗോഗുകളും പള്ളികളും തകർക്കപ്പെടുമായിരുന്നു. എന്താണ് അള്ളാഹുവിൽ നിന്ന് ഉദ്ദേശിച്ചത്? അള്ളാഹുവിന്റെ നാമമാണ് അവിടെയൊക്കെ സ്മരിക്കപ്പെടുന്നത്. പല കോലത്തിലാണ് എന്നുള്ളത് മാത്രമാണ് വ്യത്യാസമുള്ളത്. അള്ളാഹു അത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. നെജ്റാനിലെ ക്രിസ്ത്യാനികൾ മദീനയിൽ പ്രവാചകന്റെ പള്ളിയിൽ ചർച്ചയ്ക്ക്, ക്രൈസ്തവ പുരോഹിതർ നബിയുടെ പള്ളിയിൽ ചർച്ചയ്ക്ക് വന്ന ഒരു സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചർച്ച അങ്ങനെ മുഴുകിയിരുന്നപ്പോൾ പെട്ടെന്ന് അവർ എഴുന്നേൽക്കുകയാണ്. ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ എവിടെ പോകുന്നു? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സമയമായി, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാം. പ്രവാചകൻ പറഞ്ഞു, അതിനല്ലേ ഇത് പറഞ്ഞിട്ടിരിക്കുന്നത്, നിങ്ങൾക്കത് ഇവിടെ ആവാമല്ലോ, അതിന് പുറത്തു പോകേണ്ട ആവശ്യമെന്താണ്? ഏതെങ്കിലും ഒരു സഹാബി ഒരു സംശയം പോലും ഉന്നയിച്ചിട്ടില്ല. പ്രവാചക, അവരുടെ പ്രാർത്ഥന താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ, അവർ ആരെയും കുറിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നതെന്ന് താങ്കൾക്കറിയാം. ഇങ്ങനത്തെ ഒരു ശിർക്കിന് വേണ്ടിയാണോ താങ്കൾ നമ്മുടെ ഭവനം തുറന്നു കൊടുക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു സഹാബി സംശയം ഉന്നയിച്ചോ? അങ്ങനെ ചരിത്രത്തിൽ നമ്മളെവിടെയും കേട്ടിട്ടുണ്ടോ? ഇതാണ് ഇസ്ലാമിന്റെ വിശാലത. ചക്രവാളങ്ങളോളം വിശാലമായ ഇസ്ലാമിന്റെ മാനവികത നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയത് നാം ഖുർആനിൽ നിന്ന് അറിഞ്ഞു വരുന്നതാണ്. നാം വളരെ ഊതി കൂലി മേടിക്കുന്ന, വളരെ ആദരവുകൾ കാണുന്ന ഗ്രന്ഥത്തിൽ അള്ളാഹു എന്താണ് നമ്മളോട് സംസാരിച്ചതെന്ന് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വായിച്ചിട്ടുള്ള ആളുകൾ, അതിന്റെ പരിഭാഷ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വായിച്ചിട്ടുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. ഇവിടെ തന്നെ ഒന്ന് കൈപ്പൊക്കാൻ പറഞ്ഞത് വളരെ നിരാശാജനകമായിരിക്കും അതിന്റെ റിസൾട്ട്. ഒരു പ്രാവശ്യം ഖുർആൻ വായിക്കാതെ അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ മരിച്ചുപോയി വന്നാൽ അവൻ എത്രത്തോളം നിർഭാഗ്യവാനാണ് എന്ന് നാം ആലോചിക്കേണ്ടതാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ പൊതു മുസ്ലിം സമൂഹം, ഞാനിപ്പോ പറയുമ്പോൾ എന്നെയും നിങ്ങളെയും ഒന്നും ഉദ്ദേശിച്ചല്ല, പൊതു മുസ്ലിം സമൂഹത്തെ ഉദ്ദേശിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പൊതു മുസ്ലിം സമൂഹം ഇതൊക്കെ നമ്മളെ കുത്തകയാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു, നബി, ഖുർആൻ, ഇതില ജനങ്ങളൊക്കെ നമ്മുടെ സ്വന്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മുടേതാണ്, നമ്മൾ ആർക്കും വിട്ടുകൊടുക്കാത്ത ഒരു അടഞ്ഞ വാട്ടർ ടൈപ്പ് കമ്പാർട്ട്മെന്റായി നാം കുത്തിവെച്ചത്. പക്ഷേ അള്ളാഹു ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഖുർആൻ തന്നെ തെളിവാണ്. നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക, ഒരു സാധു മനുഷ്യൻ, ഒരു നല്ല ഇഖ്ലാസുള്ള ഒരു സാധു മുസ്ലിം, അവൻ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ പാരായണം റബ്ബിന മലിക്കിന ഇലാഹിന, ജനങ്ങളുടെ റബ്ബ്, ജനങ്ങളുടെ രാജാവ്, ജനങ്ങളുടെ ആരാധ്യൻ. അതൊന്ന് ചെറുതായിട്ട് നമ്പരും, ജനങ്ങളുടെ അള്ളാഹു നമ്മുടെ ജനങ്ങളുടെ എന്നാലും കുഴപ്പമില്ല, അള്ളാഹു അല്ലേ, എല്ലാവരെയും സൃഷ്ടിച്ചതുകൊണ്ട് എല്ലാവരുടെയാണ്. പക്ഷെ നബി അതെന്തായാലും നമ്മുടെ സ്വന്തമാണ്. കാരണം മറ്റുള്ളവർക്കൊക്കെ അവരുടേതായ ആളുകളുണ്ട്. നമുക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായാലും നമ്മുടെ തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം പുരോഗമിക്കുമ്പോൾ അദ്ദേഹം വായിക്കുന്നു, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, വമാ അർസൽനാക, താങ്കളെ നാം അയച്ചിട്ടില്ല, ഇല്ലാ കാഫത്തൻ ലിന്നാസ്, മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയുമല്ലാതെ, ബഷീറൻ വനദീറ, സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് മുന്നറിയിപ്പ് കാരണമായിട്ടല്ലാതെ താങ്കളെ നാം മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി അയച്ചിട്ടില്ല. വലാക്കിൻ അക്തറന്നാസില്ലാലയം, എന്നാൽ ഒരുപാട് മനുഷ്യന്മാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്ന് ഖുർആൻ തന്നെ പറയുന്നു. ഇത് കേട്ട് ഇത് വായിച്ചാൽ ശരിക്കും ഒന്നോ അമ്പരം യഥാർത്ഥം ഞെട്ടി നബി പോയോ നമ്മുടെ കയ്യിൽ. ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് എന്തായാലും പോട്ടെ, ഖുർആൻ അതെന്തായാലും നമ്മൾ പോലും ഒന്നുമില്ലാതെ തൊടാറില്ല, കുട്ടികളെ കൊണ്ട് എടുപ്പിക്കാറില്ല, മുസ്ലിമിന്റെ കയ്യിൽ എന്തായാലും നമ്മൾ കൊടുക്കാൻ പോകുന്നില്ല. അങ്ങനെ അയാൾ പാരായണം തുടരുമ്പോഴാണ് അയാൾ ഈ ഭാഗത്തെത്തുന്നത്. നോമ്പിനെ കുറിച്ച് പറയുന്ന ഭാഗം, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ശഹ്റു റമളാൻ, റമളാൻ മാസം, അതിലെത്ര ഖുർആൻ അവതരിപ്പിച്ചത്? ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശകമായി. ജനങ്ങൾക്ക് മാർഗദർശകമായി ഖുർആൻ അവതരിച്ച മാസം റമളാൻ. ഇയാൾ ശരിക്കും ഒന്ന് വേർക്കും. ശരി,
ഇയാൾ ശരിക്കും വേറെ. കാരണം ഇതുവരെയുള്ള അയാളുടെ എല്ലാ സങ്കല്പങ്ങളും അട്ടിമറിയുന്ന ഒരു കാര്യമാണ് ഖുർആനിൽ പറയുന്നത്. ആ മുസ്ലിമിന് കൊടുക്കാതെ ഷെൽഫിന്റെ കുട്ടികളൊന്നും കൊടുക്കാതെ ഷെൽഫിന്റെ ഏറ്റവും മുകളിൽ ഭദ്രമായി പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് അള്ളാഹുവിനെ പറയുന്നത്. എന്തായാലും കിബില നാം തിരിഞ്ഞൊന്ന് മുസ്ലിം കിബിലെങ്കിലും നമ്മുടെ അള്ളാഹ് പോയി, നബി പോയി, ഖുർആൻ പോയി, കിബില നമ്മുടെ സ്വന്തമായിരിക്കും എന്ന് വിശ്വസിച്ച് അയാൾ ആത്മാർത്ഥയോടെ ഖുർആൻ ഓതുമ്പോഴാണ് അയാൾ ഈ ഭാഗത്തെത്തുന്നത്. ഇന്ന അവല വൈദ്യ ജനങ്ങൾക്കായി ഭൂമിയിൽ വെക്കപ്പെട്ട ആദ്യത്തെ ഭവനം എത്രേ മക്കയിലുള്ള ആ ഗേഹം. മുബാറക്കൻ, എല്ലാവർക്കും അനുഗ്രഹമായിക്കൊണ്ട്. ഇത് പിന്നീട് ബഹുദൈവ വിശ്വാസികൾക്ക് നിരോധിച്ചിട്ടുണ്ട് ഖുർആൻ തന്നെ. അത് ചില പ്രത്യേക കാരണങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല, നമ്മൾ പഠിക്കേണ്ടതാണ്. ഇത് ലോകത്തെ 2 പള്ളികൾക്ക് മാത്രമാണ് ബാധകത. ഒരു പള്ളിയും അതിൽപ്പെട്ടതല്ല. മക്കയിലെ മസ്ജിദുൽ ഹറാമിലും മദീനയിലെ മസ്ജിദുൽ നബിയിൽ ബഹുദൈവ വിശ്വാസികൾ ഒരു ഘട്ടത്തിൽ കടക്കരുത് എന്ന് ഖുർആൻ പ്രത്യേകമായി ആയത്തിറക്കുകളുടെ. വേറെ എല്ലാ പള്ളികളും പൊതുസ്വത്താണ്, എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന, എല്ലാവരുടെയും മനസ്സാക്ക കേന്ദ്രമാണ് പള്ളി. അങ്ങനെ പള്ളിയിൽ പോയി അപ്പോഴും അയാൾ സമാധാനിച്ചു. കൗം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും എന്ത് കൊള്ളരായ്മ ചെയ്താലും നമ്മുടെ കൗം എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കും. ഈ കൗമ പ്രവർത്തിക്കുന്നതും ഈ സമൂഹം പ്രവർത്തിക്കുന്നതും വേണ്ടിയും അവർക്ക് വേണ്ടിയാണ്. നമുക്ക് കോളേജ്, നമുക്ക് സ്കൂള്, നമുക്ക് സംഭരണം. അങ്ങനെ വായിച്ചു വരുമ്പോഴാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. കുന്തും ഹൈറ ഉമ്മത്തിൻ ഉഖരിജത്തിലിനാസ്. കുന്തും ഹൈറ ഉമ്മ, നിങ്ങളൊരു ഉത്തമ സമൂഹമാണ്. ഉഖരിജത്തിലിനാസ്, ജനങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട്. അപ്പോ ഇതാണ് പ്രശ്നം. അള്ളാഹുവും പ്രവാചകരും ഖുർആനും പള്ളികളും സമൂഹവും ഒക്കെ പൊതുസ്വത്താണ്. നമ്മൾ നമ്മുടേതായി മാത്രം കൈയടക്കി വെച്ചുകൊണ്ടിരിക്കുക എന്നത് ഖുർആൻ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ചരിത്രത്തിൽ നിന്ന് 2 സംഭവങ്ങൾ കൂടി നിങ്ങൾ കേൾക്കുക. മക്കയിലെ ക്ഷാമകാലത്ത് പ്രവാചകനും അനുയായികളും മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് അവിടെ പ്രവാചകൻ രാഷ്ട്രത്തലവനായി ഭരണം നടത്തിയിരിക്കുമ്പോൾ മക്കയിൽ എന്ന് പറഞ്ഞാൽ ശത്രു രാജ്യത്ത് ക്ഷാമം പിടിപെട്ടു. ഈ ക്ഷാമകാലത്ത് സാധാരണ അവരെ സഹായിക്കുന്നത് ഗസ്സാനിലെ രാജാവാണ്. പതിവ് പോലെ ഗസ്സാനിലെ രാജാവിനോട് സഹായം തേടി. ഗസ്സാനിലെ രാജാവ് ആ സമയത്ത് മദീനയിലുള്ള പ്രവാചകനുമായി സന്ധിയിൽ ഏർപ്പെട്ട സമയമായിരുന്നു. ഇവരെ ആട്ടിപ്പായിച്ചൊക്കെ അറിയാവുന്ന ഗസ്സാനിലെ രാജാവ് അവർക്ക് സഹായം നിഷേധിച്ചു. മക്കയിലെ ബഹുവിശ്വാസികൾക്ക് സഹായം നിഷേധിച്ചു. ഇതറിഞ്ഞ പ്രവാചകൻ ഗസ്സാനിലെ രാജാവിന് സന്ദേശം അയച്ചു. താങ്കൾ ചെയ്യുന്നത് ശരിയല്ല, താങ്കളോട് സഹായം ആവശ്യപ്പെട്ടവർക്ക് താങ്കൾ സഹായം നൽകിയേ തീരൂ എന്ന് പറഞ്ഞ് മാത്രമല്ല, ഇത് പ്രവാചകനെ അറിയിക്കാൻ വന്ന ദൂതന്മാരുടെ വശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഒട്ടകമാണെന്ന് മറന്നുപോയി. എത്രയോ ഒട്ടകത്തിന് വഹിക്കാൻ കഴിയുന്ന ഭക്ഷ്യ വിഭവങ്ങൾ അവർക്ക് മക്കയിലേക്ക് എത്തിച്ചു കൊടുത്തു. സഹാബിയോട് പറഞ്ഞു, ചീത്തയാവാത്ത ഭക്ഷണം നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ പറഞ്ഞു. ഭക്ഷണം ഒരു കൂമ്പാരമായി മാറി. അങ്ങനെ എത്രയോ ഒട്ടകങ്ങളുടെ പുറത്ത് കെട്ടിവെച്ച് മക്കയിലെ മുശ്രിക്കുകൾ, അവർ 1-ാം നമ്പർ മുശ്രിക്കുകളാണ്, മാത്രമല്ല ഇവരെ ആട്ടിപ്പാടിച്ച ശത്രുക്കളുമാണ്, അവർക്ക് ആണ് പ്രവാചകൻ കൊടുത്തയച്ചത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഉദ്ദേശം അവരുടെ മനസ്സിന്റെ വാതിലുകൾ തുറക്കുക എന്നതാണ്. അതോടുകൂടെ തന്നെ മക്ക പകുതി വിജയിച്ചു. ആരുടെ മുമ്പിലാണ് ഇനി ഒരു വർഗീയ വിഷം കുത്തിവെക്കാൻ ആ സമൂഹത്തിന് സാധിക്കുക? ഇങ്ങനെയൊക്കെ മുസ്ലിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ദഅവത്ത് നടത്തേണ്ടത്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഒരു ചരിത്രവും കൂടി നമുക്ക് ഒന്നായി സ്മരിക്കേണ്ടതുണ്ട്. ജെറൂസലമിന്റെ മോചനത്തിനായി 1791 യുദ്ധം നടക്കുകയാണ്. ഇംഗ്ലണ്ടിൽ നിന്നുള്ള കിങ് റിച്ചാർഡുമായി യുദ്ധം നടക്കുന്നു. അവരുടെ സൈന്യമായി യുദ്ധം നടക്കുന്നു. ഒരു പ്രത്യേക സന്ദർഭത്തിൽ കിങ് റിച്ചാർഡിനും അല്പം ചില പട്ടാളക്കാർക്കും ശത്രു സൈന്യത്തിലെ പട്ടാളക്കാർക്കും രോഗം പിടിപെടും. പകർച്ചവ്യാധി പോലുള്ള രോഗം പിടിപെടുന്നു. ഇതറിഞ്ഞ് സലാഹുദ്ദീൻ അയ്യൂബി ഓർഡറിട്ടു മുസ്ലിം പട്ടാളത്തോട് യുദ്ധം നിർത്താൻ. ആ സമയത്ത് കയറി അടിക്കുകയല്ല വേണ്ടത്, പക്ഷെ ആ സമയത്ത് യുദ്ധം നിർത്താൻ ആഹ്വാനിച്ചത് എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനുള്ള ഈ കിങ് റിച്ചാർഡിനെയും രോഗബാധിതരായ പട്ടാളക്കാരെയും ശുശ്രൂഷിക്കാനുള്ള വൈദ്യന്മാരെ അയച്ചു കൊടുത്തു. വിക്കിപീഡിയ പോലെയുള്ളതിൽ ഇങ്ങനെ കൂടെ കാണാം, ഹീലിംഗ് ഫ്രൂട്ട്സ് അയച്ചു കൊടുത്തു. പറഞ്ഞാൽ രോഗശമനത്തിനായുള്ള പഴങ്ങൾ അയച്ചു കൊടുത്തു. അന്ന് പഴങ്ങൾ കൊണ്ടാണ് രോഗം മാറ്റിയിരുന്നത്. ഇന്നാണ് നാം പലതിരിഞ്ഞ രാസവസ്തുക്കൾ കൊണ്ട് ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായം കണ്ടത്. വേറെ വിഷയമാണ്, നമ്മളതിലേക്ക് കടക്കുന്നില്ല. ശരീരത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത
ശരീരത്തിന് ആഗ്രഹം ചെയ്യാൻ കഴിയാത്ത, ശരീരത്തെ സംബന്ധിച്ചോളം അന്യവസ്തുവായ, ശരീരത്തിന് ദഹിപ്പിക്കാൻ പറ്റാത്ത രാസവസ്തുക്കൾ ഉപയോഗിച്ച് ചികിത്സ നടത്തുന്ന സമ്പ്രദായം തുടങ്ങിയതിനു ശേഷം ആരോഗ്യം കൂടിയോ കുറഞ്ഞോ, രോഗങ്ങൾ കൂടിയോ കുറഞ്ഞോ എന്ന് നാം പരിശോധിക്കേണ്ട വിഷയം വേറെ ആയതുകൊണ്ട് അത് വിടുകയാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇസ്ലാം അള്ളാഹുവിന്റെ കാരുണ്യം ലോകത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്നു. ജാതി മത ഭേദമന്യേ എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്ന കാരുണ്യമാണ് അള്ളാഹുവിന്റെ. ഈ വർണ്ണം സ്വീകരിക്കാൻ, അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിക്കാനാണ് മുസ്ലിം സമൂഹം എന്ന നിലയിൽ നമ്മോട് ആവശ്യപ്പെട്ടുള്ളത്. പ്രവാചകൻ പറഞ്ഞല്ലോ, ജിബ്രീൽ വന്നിട്ട് അയൽവാസികളോടുള്ള കടമകൾ വിശദീകരിച്ചപ്പോൾ എനിക്ക് തോന്നിപ്പോയി നമ്മുടെ സ്വത്തിലും അവർക്ക് അനന്തരാവകാശ വിഹിതം വരുമോ എന്ന് തോന്നിപ്പോകുമാറ് അയൽവാസികളുടെ കടമയെ കുറിച്ച് പ്രവാചകൻ വിശദീകരിച്ചു. ഇസ്ലാമിൽ ഒരു വർഗീയതയില്ല, ബഹുസ്വരമാണ് ഇസ്ലാം. എല്ലാ സ്വരങ്ങളും നിലനിൽക്കണം എന്നതാണ് അള്ളാഹുവിന്റെ ഒരു വീക്ഷണം. നമുക്ക് വർഗീയത വരെ കുറഞ്ഞ സമുദായങ്ങളെ വെച്ച് വർഗീയത വരെ കുറഞ്ഞ ആളുകളാണ് മുസ്ലിം. പക്ഷെ ഉള്ളത് നമ്മൾ വിളിച്ചു പറയും. ഇതാണ് തകരാറ്. മറ്റൊരു വിളിച്ചു പറയില്ല, അണ്ടർഗ്രൗണ്ടായിട്ട് പണി നടത്തും. പക്ഷെ നമ്മൾ ആകെ കുറച്ചുള്ളെങ്കിലും വിളിച്ച് ആളുകളെ അറിയിക്കും. അമുസ്ലിം എന്ന പദം പോലും വർഗീയമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഹിന്ദുക്കൾ എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു സ്ഥലത്തിൽ ചില ഹിന്ദുക്കൾ വർത്താനം പറയുന്നു, അഹിന്ദുക്കൾ എന്ന് 2 പ്രാവശ്യം പറഞ്ഞാൽ എന്തായാലും നമുക്കുണ്ടാവുന്ന ഇറിറ്റേഷൻ ഇതുപോലെ തന്നെയാണ്. പലപ്പോഴും വാട്സപ്പിലൊക്കെ ഒരു വിവേകമില്ലാതെ ആളുകൾ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഒക്കെയുള്ള ഗ്രൂപ്പിൽ അമുസ്ലിം എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിന്റെ സാങ്കേതികത അവർക്ക് മനസ്സിലാവുന്ന പദങ്ങളൊക്കെ ഉപയോഗിച്ച് ചില മെസ്സേജുകൾ ഷെയർ ചെയ്യാം. ഒരു വിവേകമില്ലാത്ത പണി, അതായത് ധർമ്മവിരുദ്ധമായ പണികൾ അവർ ചെയ്യുന്ന നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ ഒരു തകരാറാണ്. അല്ലാഹു ഈ ഇസ്ലാമിന്റെ വിശാലമായ മാനവികത ഉൾക്കൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് അത് പഠനവിധേയമാക്കി അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുന്നതാണ്. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. ഈ നേരത്തെ വിശദീകരിച്ച തെളിവുകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നു നമ്മുടെ മുഴുവൻ ഔദാര്യമാണ്. ഔദാര്യം എന്ന പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് അവരുടെ അവകാശം കൂടിയാണ്. എന്തായാലും ഔദാര്യമാകട്ടെ അവകാശമാകട്ടെ ഇതിനൊക്കെ മുഴുവൻ മനുഷ്യരും ആൾക്കാരാണ്. ഇതിങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു വെച്ചാൽ കൂടുതൽ നമ്മൾ പഠനം നടത്തി അതൊക്കെ ബോധ്യപ്പെട്ടാലും അടുത്ത കൊല്ലത്തിൽ പറ്റാത്ത വിധം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് വീണ്ടും സംശയം വരും. എന്ന് പറഞ്ഞാൽ പഠിച്ച് നമ്മൾ മറന്നിട്ടുണ്ടാവും. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അത്തരം ഒരു ജീവിതം നയിക്കുന്നില്ല. അവരെ കൂടി ഉൾക്കൊണ്ട്, ഞാൻ പൊതു മുസ്ലിം സമൂഹത്തെ കുറിച്ചാണ് പറയുന്നത്, ഒരിക്കൽ കൂടെ പറയുന്നത്, അവരെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിതം, അവർ കൊണ്ടും കൊടുത്തുമുള്ള നമ്മളെ അനുഭവിക്കുന്ന രീതിയിലുള്ള ജീവിതം പാലിക്കാൻ പുലർത്തുവാൻ പലപ്പോഴും നാം തയ്യാറാവില്ല. അതാണ് ഒരു പ്രശ്നം. സൂറത്തുൽ ഹൂദ് 118 ആയത്തിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇത്തരം ആശയങ്ങൾ വരുന്ന ആയത്തുകളുണ്ട്. അതിൽ ഒരെണ്ണം മാത്രം ഞാൻ നിലവിലും. ഇതിന്റെ പരിഭാഷ എങ്ങനെയാണ്? നിന്റെ നാഥൻ ഇച്ഛിച്ചിരുന്നുവെങ്കിൽ മുഴുവൻ മനുഷ്യരെയും ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. എന്നാൽ അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും നിന്റെ നാഥൻ അനുഗ്രഹിച്ചവരൊഴികെ. അതിനു വേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. വലുതാലിക്ക കലക്കവും അതിനു വേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വീക്ഷണം എല്ലാ സ്വരവും നിലനിൽക്കുന്ന ബഹുസ്വരത ഇവിടെ നിലനിൽക്കണം എന്ന് തന്നെയാണ്. നമ്മൾ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് പ്രബോധനം ചെയ്യാൻ മാത്രമാണ്. ആര് വരുന്നു ആര് വരാതിരിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമാണ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന പ്രശ്നമാണ്. അങ്ങനെ ഇരുന്നാലും നമുക്ക് ഒരു മുസ്ലിമിന് ചെയ്യുന്ന പോലത്തെ ഒരു മാനസിക സുഖം ഒരു മുസ്ലിമിന് സഹായം ചെയ്ത് കിട്ടൂല എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നത്. എന്താ കാര്യം? നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. നമ്മുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. നമ്മൾ ദാർവ ഫ്രണ്ട്ലി ആവേണ്ടതുണ്ട്. അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ അനുഭവിക്കാൻ കഴിയണം.
വെറും വാചികമായ ദൈവത്തിനെ കുറിച്ചല്ല. നാവികാഭ്യാസം വളരെ എളുപ്പമാണ്. നാവ് കൊണ്ടുള്ള അഭ്യാസത്തിന് പുറമെ നമുക്ക് നല്ല ഒരു മനുഷ്യനായി ജീവിക്കാൻ കഴിയണം അവരുടെ മുമ്പിൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഇടപാടുകളിലും അയൽപക്ക ബന്ധങ്ങളിലും ഒക്കെ നല്ല നിലയിൽ അവർക്ക് നമ്മെ അനുഭവിക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. ഇസ്ലാമിക ദർബാരത്തിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ഒന്ന് ആത്മവിശ്വാസം നടത്തേണ്ടതാണ്. നമ്മൾ നല്ലൊരു കച്ചവടക്കാരനാണ്, നമ്മൾ നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്, നമ്മൾ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, നമ്മൾ നല്ലൊരു തൊഴിലാളിയാണ്, നല്ലൊരു തൊഴിലുടനാണ്. ഇതെല്ലാം പോകട്ടെ, ഇസ്ലാമും മുസ്ലിമും ഒക്കെ അവിടെ ഇരിക്കും. നമ്മൾ നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെ നല്ലൊരു മനുഷ്യനായി നമുക്ക് മാറാൻ കഴിയാത്തവർക്കോളം നമ്മുടെ ദാവത്ത് നമുക്ക് ഫലപ്പെടുകയില്ല എന്ന് ഓർമ്മിക്കുകയാണ്. നമ്മുടെ പള്ളികളിലൊക്കെ അത്തരം അവർക്കും കൂടി പ്രാപ്യമായ രീതിയിൽ ആവേണ്ടതെന്ന് പലപ്പോഴും തോന്നുകയാണ്. എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, പള്ളികളിൽ വിളിച്ചു പറയാറുണ്ട്, മുസ്ലിങ്ങൾ മരിച്ചാൽ പള്ളിയുടെ അനൗൺസ് ചെയ്യും, പേര് വിവരങ്ങളൊക്കെ അനൗൺസ് ചെയ്യും, ഇന്ന സമയത്താണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ പള്ളിയുടെ ചുറ്റും താമസിക്കുന്ന മുസ്ലിങ്ങൾ മരിച്ചാൽ വിവരം അറിയിക്കാത്തത്? ഇതൊന്നും അറിയിക്കാനുള്ള ഒരു ശ്രമം ഒന്നും നടത്തി നോക്കും. എത്ര വ്യത്യാസം! എന്തായാലും വീരാൻകുട്ടി മരിക്കുന്നവനെ പോലെ തന്നെയാണോ ജോർജ് കുട്ടി മരിക്കുന്നതും രാമൻകുട്ടി മരിക്കുന്നതും? 3 കുട്ടികളാണ്. 3 പേരെയും കൊണ്ടുപോയത് നമ്മുടെ അഭിപ്രായവുമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് വിവേചനം? അങ്ങനെ ഒന്ന് ചിന്തിക്കുകയും അങ്ങനെ ഒരു മാറ്റം വരികയും ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ ഒരു സംഭവം നടന്നു. ഇത് വളരെ ആദരവ് തോന്നി ആ ഒരു സംഭവത്തിൽ. കഴിഞ്ഞ റമദാനിൽ അവസാനത്തെ പത്തിൽ ഒരു ട്രാജഡി കേൾക്കുണ്ടായി. നമ്മുടെ പള്ളിയുമായൊക്കെ ബന്ധപ്പെടുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ സുഹൃത്തുക്കളുമായി ടൂറ് പോയി കോട്ടപ്പുറത്തോ മറ്റോ കുളിക്കാൻ വേണ്ടി പോയി. അതൊരു കുട്ടി മരണപ്പെട്ടു. പിറ്റേന്ന് രാവിലെ നമ്മുടെ പോയിട്ട് ഒരു ക്രൈസ്തവ സഹോദരൻ, ഈ ലിബിയാനഗറിൽ താമസിക്കുന്ന ഒരു ക്രൈസ്തവ സഹോദരന്റെ കുട്ടിയാണ്. ജസ്റ്റിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇവിടെ അറിഞ്ഞ് നമ്മുടെ ഉസ്താദ് ബഷീർ മൗലവി ആ കുട്ടിക്ക് വേണ്ടി, ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നമ്മുടെ പള്ളിയിൽ നടത്തി. മാത്രമല്ല പിറ്റേന്ന് അവരെ വീട്ടിൽ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുന്നവർ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. എനിക്ക് വളരെ ആദരവ് തോന്നി. ഈ ഒരു രീതി നമ്മുടെ മുഴുവൻ പള്ളികളും മഹല്ലുകളും ഒക്കെ സ്വീകരിച്ചിരുന്നെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ തന്നെ മറ്റൊന്നാവുമായിരുന്നു. ഒരു സംഘപരിവാർ ശക്തികൾക്കും ഇവിടെ ഒരു വർഗീയതയും ഇട്ടും നടാൻ കഴിയാത്ത വിധം നാം വളരെ സുഭദ്രമായ രീതിയിലാവുമായിരുന്നു. വർഗീയതയുടെ പരിപ്പ് ഇവിടെ ലഭിക്കാൻ പറ്റാതെ ഗുജറാത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി കഴിയുന്ന അവസ്ഥ ഉണ്ടാകാൻ ഇതൊക്കെ വളരെ ബോധപൂർവ്വം, പ്രത്യേകിച്ച് കാലഘട്ടം മാറി വരുന്നതനുസരിച്ച് ചെയ്യേണ്ട സംഗതിയാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങളിലൊക്കെ വളരെ പിന്തിരിപ്പൻ ആശയങ്ങൾ, അത് പാടില്ല, ഇത് പാടില്ല, അതിൽ പങ്കെടുക്കരുത്, ഇതിൽ പങ്കെടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്തിരിപ്പൻ ആശയങ്ങൾ പേര് പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതും വളരെ ആശങ്കാജനകമായ കാര്യമാണ്. ലോക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളാണ് ബഹിഷ്കൃതരുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നതെന്ന് വളരെ ആത്മാഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോ മുസ്ലിം സമൂഹത്തിലുള്ള മതസംഘടനകളും ആ വഴിക്കൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടും ഇവിടെ നടത്തുന്ന സക്കാത്ത് വിതരണത്തിലും ഫിത്ർ സക്കാത്ത് വിതരണത്തിലും റിലീഫ് പ്രവർത്തനങ്ങളിലും വിജയത്ത് വിതരണത്തിലും തണല് പെയ്യാൻ പാലിയത്തിലൊന്നും ഒരു ജാതി മത ഭേദവും നമ്മൾ കാണിക്കാറില്ല. ഈ ഒരു മാതൃക എല്ലാ മുസ്ലിം സംഘടനകളും അവരുടെ പള്ളികളൊക്കെ സ്വീകരിച്ചിരുന്നെങ്കിൽ കേരളത്തിന്റെ മതസൗഹാർദ്ദ ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു. അല്ലാഹു നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് രാവിലെ ഒരു വാർത്ത കേട്ടു. എറണാകുളത്ത് സജീവ ഇസ്ലാമിക പ്രവർത്തകരുടെ പിതാവ് ഒരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് തലയ്ക്ക് ഒരു മേജർ ഓപ്പറേഷൻ വിധേയമായപ്പോൾ വെന്റിലേറ്ററിലാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ രോഗം എളുപ്പത്തിൽ ശിഫ നൽകി ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുമാറാകട്ടെ. ഇതേപോലെ ആശുപത്രിയിലും വീടുകളുമായി രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചുപോയ ചെറുതുമായ എല്ലാ തെറ്റുകളും നമുക്ക് വിട്ടുകൊടുക്കും.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اغفر لنا